അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവരും എപ്പോഴും നന്നായിരിക്കട്ടെ. ഈ ദുനിയാവിലുള്ള സകല ജീവജാലങ്ങൾക്കും എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, കാവലുണ്ടാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഞാനിപ്പോൾ വന്നത് എന്തൊന്നും പറയാനല്ല കൂട്ടുകാരെ. ഞാനൊരു 3-4 ദിവസം മുന്നേ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി. ജോലി വേറൊരാൾ വിളിച്ചിട്ടും പോകാതെ, അപ്പോൾ ഇവർ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ്. ഓഫീസിൽ നിന്ന് ഒരു ജോലിക്ക് കയറണം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, ശമ്പളമൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു. സ്ഥലം പെരുമ്പാവൂരാണെന്ന് അവർ പറഞ്ഞു. ഓക്കെ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാനവിടെ ജോലിക്ക് പെരുമ്പാവൂർ ചെന്നാൽ മതി ഇത്താന്ന് എന്നോട് പറഞ്ഞു. അവിടെ നിന്ന് ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ് കയറി. ആ വീട്ടുകാരുടെ ഫോൺ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ബസ് കയറി. കോട്ടയം ബസ്സാണ് എനിക്ക് കിട്ടിയത്. കോട്ടയം ബസ്സിന് ഞാൻ ടിക്കറ്റ് എടുത്തു. കോട്ടയം ബസ് പകുതി എത്തിയപ്പോഴത്തേക്കിനും ഈ ഓഫീസിൽ നിന്ന് അവരെന്നെ വിളിച്ചു. അങ്ങോട്ടാണ് ടിക്കറ്റ് എടുത്തത്, ടിക്കറ്റ് എടുത്തോ, വണ്ടിയിൽ കയറിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അത് വണ്ടി കയറി. ഞാൻ കോട്ടയത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, ഞാൻ വണ്ടിയിലാണ്. കോട്ടയത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്താണ് പോകേണ്ടത്. എറണാകുളത്ത് ടിക്കറ്റ് എടുക്കണം. എറണാകുളത്താണ് ഇവരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ എറണാകുളത്ത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയത്ത് ഇറങ്ങി എറണാകുളം ബസ്സിന് ടിക്കറ്റ് എടുത്തു. ഞാൻ എറണാകുളം ബസ്സിന് ടിക്കറ്റ് എടുത്ത് ബസ് കയറിയപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ ആ വീട്ടിലത്തെ ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് വിളിച്ചത്. എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ എറണാകുളത്ത് എത്തിയിട്ടില്ല, ബസ് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ എറണാകുളം എത്തുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു. എറണാകുളം എത്തുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എറണാകുളം എത്തിയപ്പോഴത്തേക്കിനും ഞാൻ വിളിച്ചു. ഞാൻ അവിടെ എറണാകുളത്ത് ചെന്നിറങ്ങി സ്റ്റാൻഡിൽ ഇരുന്നു. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. രാവിലെ ഒന്ന് കഴിച്ചിട്ടോ ഫുഡൊന്നും കഴിക്കാതെ 8 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ഒരു കുപ്പി വെള്ളവും 2 സമൂസയും മേടിച്ച് ഞാൻ വെച്ചിരുന്നു. ഇത് മേടിച്ച് ബസ്സിലിരുന്ന് തന്നെ ഞാനത് കഴിച്ചു. കാരണം വിശപ്പ്, ഷുഗർ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ, BP ഒക്കെ പെട്ടെന്ന് കുറയുന്നൊക്കെ അസുഖമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ജോലി ചെയ്യണം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ജോലിക്കൊക്കെ പോയി ഇനി എന്ത് അസുഖമാണെന്ന് തന്നെ മരിച്ചു കിടന്നാലും അവിടെ നിന്ന് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നൊരു സ്വഭാവക്കാരിയാണ് ഞാൻ. എനിക്കെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ എറണാകുളം എത്തിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഞാൻ വിളിച്ചു. ഞാൻ എറണാകുളം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്ത് നിന്ന് ഞാൻ ഒരു നാരങ്ങ വെള്ളം അവിടെ നിന്ന് ഒരു സോഡ നാരങ്ങളൊക്കെ മേടിച്ച് കുടിച്ച് ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പം പുള്ളിക്കാരൻ കാറും കൊണ്ട് വന്നു. പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ കാറിൽ. ഞാൻ കാറും കൊണ്ട് വന്നു. ഞാൻ കാറിൽ കയറി. അപ്പോൾ എറണാകുളത്ത് ഹോസ്പിറ്റലാണോ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എറണാകുളം ഒരു എന്തോ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേരോ വീട്ടുകാരെയോ കുറിച്ചോ ഒന്നും വീടിൻ്റെ ഇതൊന്നും പറയുന്നില്ല. അതൊന്നും പറഞ്ഞാലും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു സ്ഥലം ഒരു വീട്, അത്രയേ ഉള്ളൂ. ഒരു വീട്, വേറെ ആരെയും ഒന്നും ഞാൻ പറയുന്നില്ല. ആ വീട്ടിൽ എനിക്ക് ഉണ്ടായ അനുഭവമൊക്കെയാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല. നമ്മളൊരു ജോലിക്കാരായത് എങ്ങനെയാണോ ജോലിക്കാരോട് പെരുമാറേണ്ടത് എന്ന് കുറച്ച് ഈ മുതലാളിമാരും പഠിച്ച് വെക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൂട്ടുകാരെ. അങ്ങനെ അവിടെ ചെന്നു. ഹോസ്പിറ്റലിലാണ് ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു. അവിടെ ഉമ്മായും പിന്നെ ഒരു മോളും അവളുടെ ഒരു മോള്, കുഞ്ഞുകുട്ടി, ഒരു പൊന്നു പൈതൽ. അൽഹംദുലില്ലാ, അള്ളാഹു എന്നും അതിനെ ദീർഘായുസ്സോടെ ഒരാപത്തുമില്ലാതെ ആ കൊച്ചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. അതൊരു പൊന്നു മോളാണ്, ഒരു പൊടി പൈതൽ. എനിക്ക് ജീവനാണ്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. മക്കളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. 4 പെൺകുട്ടികളും ഒരു മോനും ഉണ്ട്. അതെൻ്റെ കൊച്ചുമക്കളാണ് ഇവർ 5 പേരും. എൻ്റെ കൊച്ചുമക്കളെ പോലെ, എൻ്റെ മക്കളെ പോലെ ഒക്കെയാണ് ഞാൻ ഏത് വീട്ടിൽ പോയാലും ആ വീട്ടിലുള്ള കുട്ടികളെ ആണെങ്കിൽ തന്നെ, ആ വീട്ടുകാരെ ആണെങ്കിൽ തന്നെ, ആ കുഞ്ഞു പൈതങ്ങളെ ആണെങ്കിൽ തന്നെ ഒക്കെ ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇന്ന് വരെ 12 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കാണത്തതും ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു. അവരെ അൽഹംദുലില്ലാ എല്ലാവരെയും കണ്ടു, സലാം പറഞ്ഞു. അപ്പം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആ വീട്ടിലെ ആ ചെറുക്കനോട് പറഞ്ഞു ഞാൻ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ഷുഗറൊക്കെ ഉള്ളതാണ്, വിശപ്പുണ്ട്, എന്തെങ്കിലും ചോറ് ഇവിടെ കിട്ടുമോ. അപ്പം 4 മണിയായി. ചോറ് കിട്ടുമെന്ന് വെച്ചപ്പോൾ അവർ ക്യാൻറ്റീനിൽ വിളിച്ചു പോയപ്പോൾ അവിടെ ചോറ് തീർന്നു, ചോറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ചോറ് തന്നെ വേണമെന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി എന്ന് ഞാൻ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. നമ്മൾ ചെന്ന സ്ഥലമല്ലേ, എനിക്ക് അവിടെ പുറത്തൊന്നും ഇറങ്ങിപ്പോയി മേടിക്കാനൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ചെന്നുകൊണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് ആ പെണ്ണിൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് പോയി ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് തന്നു.
അൽഹംദുലില്ലാ സന്തോഷമായി. ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും. പിന്നെ ആശുപത്രിയല്ല, അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ എടുക്കാനും പാല് ആദ്യത്തെ പ്രസവമുണ്ട്, ആ കുട്ടിക്കും വലിയ അറിവൊന്നുമില്ല. പാലൊന്ന് എങ്ങനെ എടുക്കണ്ടേ, എങ്ങനെ അത് കൊടുക്കണ്ടേ, കുഞ്ഞിനെ എങ്ങനെ പിടിക്കണ്ടേ, അതിനെങ്ങനെ ചേർത്ത് വെക്കണം, അതിനൊന്നും ആ അറിവൊന്നും അവൾക്കുമില്ല. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തു. പാലൊക്കെ പിടിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് പാല് കുടിക്കണം. ഞാൻ എൻ്റെ കൈവെള്ളം വെച്ചിട്ട് അവളെ മാറിലേക്ക് വെച്ചിട്ട് കുഞ്ഞിന് പാലെല്ലാം പിടിച്ചു കൊടുത്തു. അവളെ നല്ല രീതിക്ക് തന്നെ ഞാൻ അവളെ നോക്കി സംരക്ഷിക്കുകയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പിന്നെ എന്താ പറയുക, പാലിറങ്ങുന്നുണ്ട്, ഇവിടെ മാറിനൊക്കെ ഒരു കല്ലിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? അപ്പോൾ അവർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോളെ ഇതങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം, ഞാൻ ചെറിയ ചൂടുവെള്ളം ചൂട് പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് സത്യം പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് കാണും ഈ 12 വർഷം കൊണ്ട് ഈ ചൂട് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ ഇവിടെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ വരുന്ന പാല് നിന്നു പോകും. ഈ പാലൂറി വരുന്നത് അത് നിലച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളം ഓവറായിട്ട് അങ്ങനെ ചൂടുവെള്ളം പിടിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ തെറ്റാണോ അതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ചൂടുവെള്ളം ഒരിക്കലും ഈ ചൂടങ്ങനെ അവിടെ പിടിച്ച് കൊടുക്കാറില്ല. ഞങ്ങൾ ചെയ്തിട്ട് ഞാൻ ഒരു ജോലിക്കാരിയൊന്നുമില്ല. ഒരുപാട് ഓഫീസുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ജോലി പരിചയവും ഒരുപാട് ആളുകളെയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരെന്താ വിചാരിച്ച്, എനിക്ക് ജോലി ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും ഞാനത് പറഞ്ഞത്. ഞാനതല്ല, സത്യം വല്ലാഹി സത്യം, ഞാൻ അതല്ല ചെയ്തത്. എനിക്ക് ഒരു ജോലി ചെയ്യാനും മടിയില്ല. അത് ഞാൻ പോയിട്ടുള്ള വീട്ടുകാർക്കറിയാം. എല്ലാ ജോലി അവരൊക്കെ വേണ്ട താത്ത, ഒന്നും ചെയ്യേണ്ട താത്ത, നിങ്ങൾ കൊച്ചിനെ നല്ലത് നോക്കി, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നോ, കൊച്ചിൻ്റെ അത് പണി കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്നോ താത്ത എന്ന് പറഞ്ഞാൽ പോലും എന്നെപ്പോലും പണിയെടുക്കുന്നവരല്ലേ എന്ന് അവർക്കൊപ്പം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയും എന്ത് ജോലി അവർക്കൊപ്പം പോയി ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കാരണം ഇവരുടെ തള്ളയുടെയും കുട്ടിയുടെയും കാര്യം കഴിഞ്ഞ് റൂമെല്ലാം തൂത്ത് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി കൊടുത്ത് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് മരുന്നെല്ലാം കൊടുത്ത് അവരെ കിടത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഉറങ്ങിക്കോളൂ. എത്ര മണിക്കൂർ അവർ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ ആ സമയം എനിക്കുള്ള സമയമാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സമയത്ത് എനിക്ക് ഫോൺ എടുക്കുമോ, ഫോൺ ഉപയോഗിക്കുമോ, എനിക്ക് യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുകയോ ലൈവ് ഇടുകയോ ഒക്കെ എനിക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഞാൻ പോകുന്ന വീട്ടുകാരുടെ എല്ലാവരും അങ്ങനെ എനിക്ക് സപ്പോർട്ടും ചെയ്ത് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മലപ്പുറംകാരെ നിങ്ങൾ എന്താ പറയണ്ടേ, അത്രയ്ക്കും നല്ലൊരു മനസ്സുള്ളവരാണ് നിങ്ങൾ മലപ്പുറംകാർ എന്നാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. ഞാൻ എന്നിട്ട് ഈ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കിനും അങ്ങനെയൊക്കെ ഞാൻ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് മഞ്ഞയാണെന്ന് പറഞ്ഞു. 2-3 ദിവസം അവിടെ 2 ദിവസം അവിടുത്തെ ഹോസ്പിറ്റലിൽ അവിടെ ലൈറ്റ് ഇട്ട കുഞ്ഞിനെ അവിടെ കിടത്തിയിരുന്നു. അവിടെ പൈസയ്ക്ക് വേണ്ടി ഡോക്ടർമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ ബിസിനസ്, അതെന്തോ ആയിക്കോട്ടെ. എന്നിട്ട് 2 ദിവസം കിടത്തിയിട്ട് ബില്ലൊക്കെ തന്ന് നമ്മൾ പിറ്റേന്ന് മൂന്നിൻ്റെ അന്ന് വീട്ടിൽ പോയി. മൂന്നിൻ്റെ അന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് വീട്ടിൽ കൊച്ചിന് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ വെക്കണം. അപ്പോൾ ഗ്യാസൊക്കെ കുറവുള്ള സമയമല്ലേ. ഞാൻ പറഞ്ഞു, ഗ്യാസൊക്കെ തീരെ കുറവുള്ള സമയമല്ലേ, നിങ്ങളൊരു കാര്യം ഒരു കലം എനിക്ക് താ, ഞാൻ പുറത്ത് വെള്ളം ചൂടാക്കിക്കോളാം. അവൾക്ക് ഇവിടെ ചൂട് പിടിക്കാനും ഒക്കെ ഞാൻ കലമെടുത്ത് വെള്ളം ചൂടാക്കി ഞാൻ കൊണ്ടുപോയി ചൂട് പിടിക്കുകയും അവൾക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ചൂടുവെള്ളം ഞാൻ കൊടുത്തോളാം. അങ്ങനെ ഒരു കലം തരാൻ പറഞ്ഞു. സത്യമായിട്ട് എന്താ ഇത്ര ഉള്ളൊരു കലം, അത് വക്കെല്ലാം പൊട്ടി അരിഞ്ഞ് ചെളി പിടിച്ച് കറിഞ്ഞ് പൊട്ടി ആക്രിക്കാർ പോലും എടുക്കാത്ത രീതിക്കുള്ള ഒരു കലമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യും, ഈ കലത്തിലാണ് വെള്ളം വെക്കുന്നത്, ഇത് അതിനകത്ത് അത്യാവശ്യം ചൂടുവെള്ളമല്ല, അതിനകത്ത് വെച്ചു, പുറത്ത് അടുപ്പുണ്ട്, അത് തീ കത്തിച്ച് വെച്ചു, അത് മതിയെന്ന് പറഞ്ഞു അവിടുത്തെ ആ കുട്ടിയുടെ ഉമ്മ. അവരൊക്കെ പാവമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്, പാവമാണ്, നല്ല ഒരു സ്ത്രീയാണ് അവർ. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ ആ കലത്തിൽ വെള്ളം ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുക, ചൂടാക്കി പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ കുട്ടിക്ക് അപ്പോൾ ഒരു 30 മിനിറ്റ് ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം. 30 മിനിറ്റ് ഈ മുലപ്പാൽ കൊടുത്ത കുഞ്ഞിന് ഈ ഒരു മുലയിൽ നിന്നും 30 മിനിറ്റ് ഒരു കുട്ടിക്ക് പാൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മുലയിൽ നിന്നും പമ്പ് ചെയ്ത് പാലെടുക്കുകയാണ് ചെയ്യുന്നത്. പമ്പ് ചെയ്യണം. അവർ പറഞ്ഞ് പമ്പ് ചെയ്ത് പാലെടുത്ത് കുപ്പിക്കകത്ത് വെച്ചിട്ട് ഈ കുട്ടി അരമണിക്കൂർ ഒരു മുലയിൽ നിന്ന് പാല് കുടിച്ച കുട്ടിക്ക് ഈ പമ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 30 മില്ലി പാല് കാണും. ആ 30 മില്ലി പാലും കൂടെ ഈ കുട്ടിയെ കുടിപ്പിക്കണം. ഇങ്ങനെ പാല് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു ഇതുപോലത്തെ സംഭവം അതിനകത്ത് വെച്ചിട്ട് പാലിങ്ങനെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കണം. അത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. കുഞ്ഞിന് പാലൊക്കെ അല്ലാതെ പൊടിയൊക്കെ ഇഷ്ടം പോലെ കലക്കി കൊടുത്തും കോരിക്കൊടുത്തും സ്പൂൺ കൊണ്ട് കോരിക്കൊടുത്തും അല്ല സ്പില്ലറിൻ്റെ എടുത്ത് കൊടുത്തും ഒക്കെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ ഞാൻ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുലപ്പാൽ കറന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്, അത് മുലയിലുണ്ടല്ലോ, അത് കുട്ടി കുടിച്ചോളുമല്ലോ, അപ്പോൾ മുലയ്ക്ക് വേദന എടുക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്.
അപ്പോൾ അവരങ്ങനെ പറയുന്നത് ഓക്കെ, ശരി ഞാൻ സമ്മതിച്ചു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊടുക്കാമെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊക്കെ കുഞ്ഞിന് ഇങ്ങനെ ഈ പാലിങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എനിക്ക് ആശുപത്രി വെച്ചായിരുന്നപ്പോൾ എനിക്ക് പേടിച്ചിട്ട് സിസ്റ്റർമാർ വന്ന് കൊടുക്കും. ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കും, ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ഇതങ്ങനെ നാവി, കാരണം അത്ര മുറിയുന്ന പോലൊരു സംഭവമാണ് ഇരിക്കുന്നത്, ഒരു സ്റ്റീലിൻ്റെ. അതിങ്ങനെ വായിലാണെങ്കിൽ കൊണ്ട് കുട്ടിക്ക് നാവ് മുറിയൊന്ന് പേടിച്ചിട്ട് ഞാൻ സിസ്റ്റർമാരെ വിളിച്ചാണ് അത് കൊടുപ്പിച്ചത്. അപ്പോൾ സിസ്റ്റർമാർ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഇനി ഞാൻ കൊടുത്തോളാം എന്നുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കൊടുത്തു. കുഞ്ഞ് പൈതലാണ്, പല്ലില്ലാത്ത പൈതല. അവളുടെ കുഞ്ഞ് നാവ് കൊണ്ട് ഇങ്ങനെ 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 നുണഞ്ഞ് കുടിക്കുമ്പോഴത്തേക്കിന് ഈ പാല് ഒരു തുള്ളിയോ 2 തുള്ളിയോ ഇതുവഴി താഴോട്ട് പോകും. താഴോട്ട് പോയാൽ ഈ പെണ്ണ് അവിടെ കിടന്നിട്ട് പറയും, താത്ത അതെന്താത്ത കളയാതെ കൊടുക്കണം താത്ത, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളിത് കളയുവാണെങ്കിൽ എന്താണ് താത്ത ചെയ്യുന്നത്, അങ്ങനെയൊന്നും ചെയ്യില്ല താത്ത, ഇത് കളയരുത്. നമ്മൾ കുഞ്ഞെ ഞാൻ കളയുന്നതല്ല, അതവളെ വായിന്ന് പോകുന്നതാണ്, അവൾ തുപ്പുന്നതാണ്, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ പോണ പല ഒരു കൈ കൊണ്ട് എൻ്റെ കൈയുടെ വെള്ളം ആ കുഞ്ഞിൻ്റെ തലയിരിക്കുന്നത്, ഒരു കൈ കൊണ്ട് ഞാൻ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ റബ്ബ് എനിക്ക് 2 കൈയേ തന്നിട്ടുള്ളൂ, എല്ലാവർക്കും 2 കൈയേ ഉള്ളൂ. ഓക്കെ, ഒരു കൈ കൊണ്ട് ഈ പോകുന്ന പാൽ എനിക്ക് പിടിക്കാൻ പറ്റുമോ? ഒരു കൈ കൊണ്ട് എൻ്റെ തലയിട്ട് ഇങ്ങനെ ചെവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് കൊടുക്കുക. എങ്ങനെ പോയാലും കുഞ്ഞാണെങ്കിലൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് തട്ടും, പാല് തുള്ളിയൊക്കെ ദേഹത്തോട്ടൊക്കെ പോയി. അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കുട്ടിക്ക് നല്ലപോലെ പാല് കൊടുക്കുന്നില്ല, നല്ലപോലെ കൊടുക്കത്തില്ലെന്ന്. ഈ കുഞ്ഞ് തുപ്പുന്ന പാല് പോയി പിടിക്കാൻ നമ്മളെ ചാടി പിടിക്കാൻ പറ്റുമോ? കുഞ്ഞിനെ 2 കൈയിനും അങ്ങോട്ട് വിട്ടിട്ട് പോകാൻ പറ്റുമോ? വിടാൻ പറ്റുമോ? അത്രയ്ക്ക് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പൈതൽ, അങ്ങനെ പിടിച്ചാൽ അതിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനാ കുഞ്ഞും പൈതലിനൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം കൂടെ കുത്തി നിറച്ച് കൊച്ച് ചിലപ്പോൾ ഛർദ്ദിച്ചു പോയാൽ, അതെന്താണ് കുട്ടി ഛർദ്ദിച്ചത്, എന്തിനാണ് കൊച്ച് ഛർദ്ദിച്ചത്, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിടൂ. എൻ്റെ പൊന്നു റബ്ബേ, വല്ലാത്തൊരു മാനസികമായിട്ട് വിഷമമായിപ്പോയി. ശരി, എല്ലാം സഹിച്ച് പോട്ടെ. മോളെ നീ എണ്ണിക്ക് രാവിലെ കുളിക്കുക. ഞങ്ങൾ രാവിലെ കുളിച്ച് ശീലമുള്ളവരല്ല, രാവിലെ കുളിക്കത്തില്ല, രാവിലെ കുളിക്കത്തില്ല. കുളിക്കും, വല്ലപ്പോഴും വന്നൊന്ന് മേല് കഴുകാനായിട്ട് വരും. മോളെ ഇങ്ങനെയല്ല, നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾ രാവിലെ എണ്ണിച്ച് കുളിച്ച് ചൂട് പിടിച്ച് ആഹാരം കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് നമ്മൾ കിടക്കേണ്ടവരാണ്. അങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ടത്. എന്നിട്ട് നീണ്ടു നിവർന്ന് കിടക്കണം, കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യണം. ഒന്നും വേണ്ട. അപ്പം എന്നിട്ട് പറഞ്ഞ് പച്ചമരുന്നൊക്കെ രാവിലെ വെറും വയറ്റിലേക്ക് മുക്കിടിയും പിന്നെ ചതപ്പയൊക്കെ രാവിലെ വെറും വയറ്റിലേക്ക് പച്ചമരുന്നുകളൊക്കെ കൊടുക്കണ്ട്, കഷായങ്ങളൊക്കെ കൊടുക്കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പച്ചമരുന്നൊക്കെ വാങ്ങിച്ചോട്ടെ, ഈ മരുന്നൊക്കെ അങ്ങാടിക്കടയിൽ പോയി. അതെന്ത് മരുന്നാണ്? അങ്ങനെ പ്രസവരക്ഷയുടെ മരുന്നെന്ന് അങ്ങാടിക്കടയിൽ പറഞ്ഞാൽ മതി, അവരെല്ലാം മരുന്ന് തരും, കൊടുക്കേണ്ട രീതികളൊക്കെ എനിക്കറിയാം, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഭാര്യ ഭർത്താവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താത്ത ഉണ്ടാക്കുന്ന മരുന്ന് ഉണ്ടാക്കി തന്നാൽ മതി, വീട്ടിൽ എന്തൊക്കെ മരുന്നാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി തന്നാൽ മതി. ഞാൻ പറഞ്ഞു വീട്ടിലുള്ള മരുന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം, വീട്ടിലെ മരുന്നല്ലേ, നീ സാധനം മേടിച്ചിട്ട് തന്നെ എനിക്ക് വീട്ടിൽ മരുന്ന് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ, അല്ലാതെ വീട്ടിൽ എന്ത് മരുന്നാണ് ഉള്ളത്? വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറും കറിയുമാണ്, പച്ചമരുന്നുകളോ മറ്റു സാധനങ്ങളോ ഒന്നും വീട്ടിൽ കൊണ്ടുവച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഈന്തപ്പഴം ലേഖ്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ഈന്തപ്പഴത്തിൻ്റെ ലേഖുള്ളി ഈന്തപ്പഴം എല്ലാം കൂടിയിട്ട് അതിൻ്റെ ലേഖം ഉണ്ടാക്കിത്തരാം. പിന്നെ വലിയ മരുന്ന് ലേഖ്യം എന്ന് വെച്ചാൽ അത് തെങ്ങുംപൂക്കിലേക്ക് ഇട്ട ലേഖം ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കിത്തരാം. പിന്നെ നിനക്ക് ഉലുവ ലേഖ്യം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതൊക്കെ എനിക്ക് സാധനം കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റൂ? എന്തായാലും അന്തരീക്ഷത്തിൽ കയറി ആ സാധനം പിടിച്ച് വെച്ചിട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് സാധനം മേടിച്ചോണ്ടോ, ഇവർ കൊണ്ടുവന്നില്ല. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ കുട്ടിയെ കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ മഞ്ഞ നോക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് 4 മണിക്ക് ഉറങ്ങുന്ന എപ്പോഴാന്ന് പറഞ്ഞുതരാം. 12 മണി വരെ ഈ കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയും കുഞ്ഞിനെ നോക്കിയും അവളെ കാര്യം നോക്കിയും കൊച്ചിൻ്റെ കാര്യം നോക്കിയും രാത്രി 12 മണി വരെയും ചെയ്യണം. ഓക്കെ, അതുവരെ ചെയ്ത് ഫുഡ് കഴിച്ച വല്ലാഹി സത്യം, ഞാൻ ആ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ച് 12 മണിയായപ്പോഴാണ്. ഒരു ദിവസം അവിടെ നിന്ന് വൈകിട്ടത്തെ ഫുഡ്, രാത്രിയുള്ള ഫുഡ് എനിക്ക് 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കണം. ഷുഗറിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും വേണ്ടല്ല, അത് അവർക്കൊപ്പം തന്നെ ഞാൻ അടുത്ത് ഉമ്മ വന്നിട്ട് പറഞ്ഞിട്ട്, ഇത്താ നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ വന്നോ, ആഹാരം മേടിച്ച് കഴിച്ചോ, നിങ്ങൾ വിശക്കുമ്പോൾ വന്നോ എന്നൊക്കെ. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ സമയമില്ല. പിന്നെ എല്ലാവരും ഞാനൊക്കെ എന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെട്ടിരുന്ന് ഓടിപ്പോയി മൂലയ്ക്ക് വരുന്ന ഫുഡ് വാരി തിന്ന് ജീവിച്ചു വന്നാൽ ഒത്തിരി കൂട്ടുകുടുംബത്തിൻ്റെ ഇടയ്ക്ക് 8 കൂടപ്പിറപ്പുകളുടെ ഇടയ്ക്ക് വളർന്ന ഞാനാണ്. അതുകൊണ്ട് ഈ ഒറ്റയ്ക്ക് തിന്നുള്ള ശീലമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഒന്ന് തിന്ന് ശീലിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മോളെ, ഞാനിങ്ങനെ ഒറ്റയ്ക്കൊന്ന് തിന്ന് ശീലിച്ചു. എന്നാൽ ഒരു കാര്യം, നിങ്ങൾ പോയി കഴിച്ചിട്ട് വന്നോ, അതുവരെ ഞാൻ കുട്ടിയെ നോക്കിയിരിക്കുക, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന ദിവസം 12 മണിയായി ഫുഡ് കഴിച്ചപ്പോൾ. 12 മണിയായി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് ഈ കുഞ്ഞു മോൾ ഉറങ്ങിക്കിടന്ന മോള് വീണ്ടും ഉണർന്നു. ആ കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് കിടന്നപ്പോഴത്തേക്കിനും ഒരു 12:30 ആയി. അത് കഴിഞ്ഞിട്ട് കൃത്യം 2 മണിയാകുമ്പം കുഞ്ഞുണർന്നു. 2 മണിയാകുമ്പോൾ കുഞ്ഞുണർന്നിട്ട് അവൾക്ക് പാലെല്ലാം വീണ്ടും എണ്ണിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പാലെല്ലാം കൊടുത്തിട്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും 4 മണിയാകുമ്പം എഴുന്നേറ്റു. എത്ര മണിക്കൂർ ഉറക്കം കിട്ടിയെന്ന് നോക്കിയോണം എനിക്ക്. 4 മണിയായപ്പോൾ വീണ്ടും എഴുന്നേറ്റിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുത്തു. എന്നിട്ട് മോൾ ഉറങ്ങുന്നില്ല, പൊടി പായുന്നില്ല. അവളിങ്ങനെ പാല് പിടിച്ച് കളിച്ചും ചിരിച്ച് അപ്പിയിട്ടും മൂത്തൊഴിച്ചൊക്കെ അവളിരിക്കുകയാണ്. അപ്പോൾ അവളെ എടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കി വൃത്തിയാക്കി പാല് വീണ്ടും കൊടുക്കും. ഇവക്കൊപ്പം ഇരിക്കണം ഞാനും.
ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന തള്ളയ്ക്കൊപ്പം ഞാനും ഇരിക്കണം. കാരണം ആദ്യത്തെ കുട്ടി അവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്നോട് ഉറങ്ങാൻ പറഞ്ഞാലും ഞാൻ ഉറങ്ങത്തില്ല. ഞാൻ അവർക്കൊപ്പം ഇരിക്കും. ഞാൻ ഇരുന്ന് കയ്യിലെ പാല് കുടിക്കും നിർത്തുമ്പോൾ അവളെ കയ്യിലും കാലിലൊക്കെ കുഞ്ഞല്ലേ കയ്യിലും കാലൊക്കെ തട്ടി തട്ടി ഇരിക്കുമ്പോൾ അവൾ വീണ്ടും വീണ്ടും ഉണർന്ന് പാല് കുടിക്കും. അങ്ങനെ അവൾക്കൊപ്പം ഞാൻ ഇരുന്ന് കുഞ്ഞിനെ ഉറക്കി എടുത്തിട്ട് പിന്നെ 4 മണിയായി എണ്ണിച്ച ഞാൻ 6 മണിയായിട്ടും കുഞ്ഞുറങ്ങിയിട്ടില്ല. അങ്ങനെ കുറേ നേരം ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അന്ന് കുഞ്ഞിൻ്റെ മുടി കളയുന്ന ദിവസമാണ്. അപ്പോൾ മുടി കളയുന്ന ദിവസം അത് 7-ൻ്റെ അന്ന് മുടി കളയും. ഈ മുടി കളയുന്ന ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ മുടി ഇന്ന് കളയാണ്, പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പുതിയ കുഞ്ഞിന് മുടി കളയാനായിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ഈ മുടി വെട്ടുന്ന ആൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ, അതായത് ഈ കുഞ്ഞിൻ്റെ മുടി കളയുന്നതിൻ്റെ ആ പൈസ അവർ നമുക്കാണ് തരേണ്ടത് നമുക്കാണ്. നമ്മൾ ജോലിക്കാർക്കാണ് അവർ ആ പൈസ തരുന്നത്. നമ്മൾ പണക്കാരായിട്ടൊന്നും അല്ലല്ലോ അവരുടെ വീട്ടിലോട്ട് ജോലിക്ക് പോകുന്നത്, ആണോ? നമ്മൾ പാവങ്ങളായിട്ടല്ലേ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഈ മുടിയുടെ തൂക്കത്തിന് അതിന് സ്വർണ്ണം കൊടുക്കണമെന്നോ അതിൻ്റെ പൈസ അല്ലെങ്കിൽ സ്വർണ്ണത്തിന് ആ തൂക്കത്തിൻ്റെ അനുസരിച്ചുള്ള പൈസയോ സ്വർണ്ണം എന്താ ഇവർക്ക് കൊടുക്കണമെന്നുള്ളത് നിയമമുണ്ട് പാവങ്ങൾക്ക്. അപ്പോൾ അതിലൊരു പാവങ്ങൾ നമ്മളല്ലേ, പാവങ്ങളായിട്ടല്ലേ നമ്മൾ അവരുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത്. ആ പൈസ തരേണ്ടത് നമുക്കാണ്. ഓക്കെ, പോട്ടെ. ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു ഒന്നുമില്ല, ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് തരുന്ന മുതലിന് മാത്രമേ ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത പരാഗിയും മനസ്സ് ശപിച്ചും തരുന്ന പൈസയ്ക്കൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. അന്നും കൊണ്ടുവന്നാലും നമുക്കൊന്നും എങ്ങും തികയത്തൊന്നുമില്ല. അങ്ങനെയായിട്ട് മുടി കളഞ്ഞു. ശരി, മുടി കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൾ കുളിക്കാൻ വന്നു. അവളെ കുളിപ്പിച്ച് കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കി വസ്ത്രം മാറ്റി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള റെഡിയാക്കി കിടത്തി. പിന്നെ തള്ളയ്ക്ക് കുളിക്കാനായിട്ട് വെള്ളം എടുക്കാൻ ചെന്നപ്പോൾ കുഞ്ഞ് കലത്താൻ അത് 3 സത്യം പറഞ്ഞത് ഇതുപോലത്തെ കപ്പിനൊരു 3 കപ്പ് വെള്ളം ഈ കലത്തിൽ കൊള്ളുള്ളൂ, അവർ തന്ന പാത്രത്തിൽ. അത് ഞാൻ തീ കത്തിച്ചിട്ട് പോയിട്ട് തിളച്ചിപ്പിച്ചിട്ടിട്ട് പോയിട്ട് 1 കപ്പ് അവൾക്ക് ചൂട് പിടിക്കാനും കൊണ്ടുപോയി. ബാക്കി വെള്ളം ഇവൾക്ക് മേല് കഴുകാനാണെന്ന് പറഞ്ഞു. മേല് കഴുകത്തുള്ളൂ, തലയൊന്നും കഴുകുക, തലയിൽ എണ്ണ വയ്ക്കുക, അങ്ങനെ കുളിക്കുകയൊന്നും ചെയ്യുന്ന സൈസുകളൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തത്, അവരെ പേരൊന്നും ഞാൻ എടുത്തു വരത്തില്ല, വീട്ടുകാരെയും പറയത്തില്ല. പെരുമ്പാവൂർ ഒരു വീട് അത്രമാത്രം പറഞ്ഞാച്ചാൽ അത് അത്ര ഞാൻ പറയുന്നുള്ളൂ. നമ്മളതിന് മറ്റുള്ളവർ ഇതാക്കണ്ട. പക്ഷേ ആ വീട്ടിലത്തെ സംഭവം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പോയ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ കേട്ടോ. അവരെക്കുറിച്ച് ഞാൻ അവർ അത്ര പിന്നെ എന്താ പറയുക, മോശപ്പെട്ട ആളുകളൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരിക്കലും പറഞ്ഞത്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അങ്ങനെയൊന്നും അവിടുത്തെ എനിക്ക് പറ്റിയ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ കൊച്ച് ഞാൻ എന്നിട്ട് ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബാത്റൂം ഒന്ന് പോയി തേച്ച് കഴിയും. ഞാൻ 2 ദിവസം അവിടെ നിന്നുള്ള 2 ദിവസത്തെ ബാത്റൂം ഞാൻ തേച്ച് കഴിയും. കാരണം എൻ്റെ ജോലി അവളുടെ അതിൻ്റെ അകത്ത് ബാത്റൂം ഒന്നും തേച്ച് കണ്ട ജോലിയൊന്നും എനിക്കില്ല. അതിൻ്റെ ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ട, എന്നാലും ഞാൻ ചെയ്യും. കാരണം ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉപയോഗിക്കും. ഞാൻ പുറത്തെ 10 പോകുന്നത്, എന്നാലും വല്ലപ്പോഴൊക്കെ ഞാനും ഒന്ന് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ തേച്ച് വൃത്തിയാക്കി ഇടും എന്ത് സാധനമാണല്ലോ. ബാത്റൂം തേച്ച് കഴിയാൻ ഇച്ചിരി എന്തെങ്കിലും സംഭവം തരാൻ പറഞ്ഞപ്പം ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് സോപ്പ് പൊടി ഇട്ട് അതിനകത്ത് കുറച്ച് ചകിരിയും വെച്ചിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഈ കൈയിട്ട് ഇതൊക്കെ അങ്ങ് തേച്ച് കഴിക്കോളെ. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ പിന്നെ എന്താ പറയുക, ശിഖലയും കൊറോണയും പിന്നെ എന്തുമല്ല വേറൊരു പനിയുണ്ടല്ലോ, എന്തല്ല പനി, എന്തെങ്കിലും ആട്ടെ ഞാൻ മറന്നുപോയി, അങ്ങനെയുള്ള കുറേ പനികളും അസുഖങ്ങളും ഒക്കെ മാറാതെ വന്ന് കിടക്കേണ്ട സമയത്ത് ഈ ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ ഈ ബാത്റൂം ആരാണ് ഇന്നത്തെ കാലത്ത് കൈയിട്ട് തേച്ച് കഴുകുന്നത്? അങ്ങനെ ഞാനത് എന്നിട്ട് പോലും ഞാൻ എന്താ ചെയ്തത്, ഒറ്റ കുറ്റവും പറഞ്ഞില്ല അവരുടെ അടുത്ത്, ഒന്നും ഞാൻ പറഞ്ഞില്ല. ബ്രഷ് ഇല്ല എന്ന് ഇത് തേച്ച് കഴുകാൻ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ടേ ഞാൻ എന്ത് സംസാരിക്കത്തുള്ളൂ, ചിരിച്ചുകൊണ്ടേ ഞാൻ ചോദിക്കത്തുള്ളൂ. ആരോടാണ് ദേഷ്യപ്പെട്ട് ഒരു വക ഞാൻ പോകുന്ന വീട്ടുകാരോട് ഒന്നും ഞാൻ പറയത്തില്ല, ചിരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബ്രഷ് ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, ബ്രഷ് ഇല്ലാത്ത ബ്രഷൊക്കെ പോയി പിന്നെ മേടിച്ചില്ല എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത് കൊണ്ടിട്ട് സോപ്പും ചകിരിയും കൂടെ തറയിലിട്ടിട്ട് ചെരുപ്പില്ല, ഞാൻ ഈ കാലിട്ട് മൊത്തം ചൂര് പിടിച്ച് കാലിട്ട് തേച്ച് ഞാനിവിടെ തേച്ചിട്ട് വെള്ളം ഒഴിച്ച് ഞാനിത് കഴുകി. വെള്ളം ഒഴിച്ച് ബാത്റൂം കഴുകിയപ്പോഴത്തേക്കിന് ഈ പിന്നെ എന്താ പറയുക, ബാത്റൂമിൻ്റെ വെള്ളം പോകുന്ന ഓവിൻ്റെ അറ്റത്ത് ഈ ചകിരിയുടെ പൊടി 3-4 പൊടി കിടന്നു. അത് വെള്ളം ഒഴിച്ചിട്ട് പോയില്ല. അവിടെയൊക്കെ തേച്ച് കഴിയേണ്ട, കൈയിട്ട് കാലിട്ടോ തേച്ച് കഴിയാൻ എന്നെക്കൊണ്ട് പറ്റിയില്ലായിരുന്നു. ഞാൻ ചെയ്തില്ലത്, കാരണം ബ്രഷ് ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കുഞ്ഞിൻ്റെ തുണി കഴുകിക്കൊണ്ട് എന്നപ്പോഴത്തേന് ഇവിടെ ഉമ്മ ഇത്ത എവിടെ ഉമ്മാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു ഇത്ത എവിടെ ഉണ്ടല്ലോ, ഇത്ത ബാത്റൂം തേച്ച് കഴുകിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബാത്റൂം തേച്ച് കഴുകിയല്ലോ. അപ്പോൾ ഉമ്മ വിളിച്ചിട്ടുണ്ടോ, നിങ്ങൾ ബാത്റൂം കഴുകി? അവന് കഴുകിയല്ലോ. ഞാൻ ഒരു 10-20 മിനിറ്റ് അവിടെ നിന്നിട്ട് ആ ബാത്റൂം തേച്ച് കഴിയിട്ടാണല്ലോ ഞാൻ ഇറങ്ങിയത്. കഴുകിയെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ മൊത്തം ചെളിയായിട്ട് കിടക്കുന്നത്, ഇതൊക്കെ ഒന്നും വൃത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അകത്ത് കുഞ്ഞിനെ വിളിച്ചപ്പോൾ അവളെ ഹസ്ബൻഡ് പഠിപ്പുണ്ട്, വിളിച്ചു ഇത്ത എവിടെ? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇത്ത എവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ട്, കുട്ടീനെ കൈ വെച്ചോണ്ട് ഞാൻ നിൽക്കാം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനി ഇവിടെ ബാത്റൂം മൊത്തം തേച്ച് കഴിയില്ല. ഞാൻ പറഞ്ഞാൽ തേച്ച് കഴിയുമ്പോളോ, ഞാൻ തേച്ച് കഴിയായിരുന്നല്ലോ, ഇവിടെ മൊത്തം ചെളി, എവിടെ ചെളിയായിട്ട് കിടക്കുന്നത്, എവിടെ അഴുക്കായിട്ട് ഇത്ത എന്തിട്ടാ ബാത്റൂം കഴുകിയത്
ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചകിരിയും സോപ്പ് പൊടിയാണ് തന്നത്, അതിട്ടാണ് ഞാൻ തേച്ച് കഴുകിയത്. അപ്പോഴത്തേന് ഞാൻ എവിടെ അഴുക്ക് കിടക്കുന്നതെന്ന് കാണിച്ചു തന്നെ, എവിടെ അഴുക്ക് കിടക്കുന്നത് എന്നാണ്. അതാ വെള്ളം പോണ ഓവിൻ്റെ ആ സൈഡിന് ഒരിച്ചിരി അഴുക്ക് കിടപ്പുണ്ടെന്ന്. ഞാൻ പിന്നെ ഇറങ്ങിപ്പോയി ചൂലെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോസറ്റ് കഴുകുന്നതിന് മാത്രം ഒരു ബ്രഷുണ്ട്, ഇത്ര നല്ലൊരു ക്ലോസറ്റ് കഴുകുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ആ ബ്രഷ് എടുത്തിട്ട് ആ ചവറുകോരി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചവറുകോരിൽ കോരിയിട്ട് ആ ബ്രഷ് ഇട്ട് സൂപ്പിലിട്ട് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് അവിടെ വെള്ളം ഒഴിച്ചങ്ങ് വിട്ടിട്ട് ഞാനിങ്ങ് കയറി വന്ന് ഇവിടെ കുളിക്കാൻ വന്നപ്പോൾ ചോദിച്ച് ഞാൻ ചോദിച്ചു നിൻ്റെ വീട്ടിൽ ഒരു ബാത്റൂം കഴുകാൻ ഒരു ബ്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഇത്രയും അസുഖങ്ങളൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഇങ്ങനെ ബാത്റൂം കഴുകുന്നത്? ഇന്ന് വരെ ഒരു വീട്ടിലും ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ലാത്ത പാവങ്ങളായ എൻ്റെ ഈ വീട്ടിലുണ്ട് 2 ബാത്റൂമും, അതിൻ്റെ അകത്ത് 2 ബ്രഷും ഉണ്ട്. തറ തേച്ച് കഴിയുന്ന വലിയ നിൽക്കുന്ന ബ്രഷുണ്ട്, ക്ലോസറ്റ് തേച്ച് കഴിയുന്ന ബ്രഷ് വേറെയും ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഏത് പാവങ്ങളെ വീട്ടിൽ ചെന്നാലും അങ്ങനെ ഒരു ബ്രഷ് ഇപ്പോൾ ഉണ്ടാവും ബാത്റൂമൊക്കെ കഴുകുന്നത്. ആര് കൈയും കാലും ഇട്ടൊന്നും ഇപ്പോൾ ഒന്നും ആരും തേച്ച് കഴുകത്തൊന്നുമില്ല. ശരി, അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ തള്ളയടുത്ത് പറഞ്ഞു ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഞാനിവിടുന്ന് പോകും, ഞാൻ നിൽക്കത്തില്ല. എന്തായാലും ഇങ്ങനെ ഇത്രയ്ക്കും ഇതായ ഒരു വീട് ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ പോകത്തില്ല. അവർ വീട്ടിൽ ബാക്കി എല്ലാവരും നല്ലവരാണ് കേട്ടോ, അൽഹംദുലില്ലാ. ഞാൻ ആരെക്കുറിച്ചും ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. ബാക്കി അവരുടെ ഉമ്മ ഉപ്പ അവിടുത്തെ 2 അനിയത്തിമാർ കൊച്ചുങ്ങൾ അവരും ഒക്കെ നല്ല, എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും അങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. ജോലിക്ക് പോയാൽ ആ ജോലിക്കാരികളും മനുഷ്യരാണ്, അവരില്ലായ്മ കൊണ്ടാണ് ജോലിക്ക് ഇറങ്ങുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മാത്രമല്ല, ഞാൻ നോക്കി കണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. നോക്കി ഇനി എന്തെങ്കിലും ജോലിയുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യണം എന്നിപ്പോഴും നോക്കി കണ്ട് ആ ഒരു വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒറ്റപ്പേരെ നോക്കാനും ഇരട്ട കുട്ടികളെ നോക്കാനും 3 കുഞ്ഞുങ്ങളുള്ളതിനൊക്കെ നോക്കാനും ഒക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. അവരൊന്നും എന്നെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. ഇപ്പോഴും എന്നെ കോളി വിളിച്ചിട്ട് ഇത്ത എവിടെയാണ്, എന്താണ് ജോലി, ഇത്ത വർക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. ഒരു വീട്ടിൽ തന്നെ 3-4 പ്രസവം ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ 3 കുട്ടികളെ നോക്കാനും ഇരട്ട കുട്ടികളെ നോക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഞാൻ പോയിട്ട്. അവരൊക്കെ പിന്നെ എന്നെ വിളിച്ചിട്ട് ജോലി തരും. അവരൊക്കെ എൻ്റെ നമ്പർ കൊടുത്ത് അത്ത ഒരു പാവട്ടാണ് നല്ലിത്താണ് എന്നും പറഞ്ഞ് വിളിച്ചിട്ട്. പിന്നെ അവിടെ മാത്രമല്ല, അറബി നാട്ടിൽ പോയി പോലും ജോലി ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ. അറബികൾ പോലും എന്നെ ഒരു വാക്ക് പറഞ്ഞിട്ട്, കാരണം അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു ഒരു അവസരം ഞാൻ കൊടുക്കില്ല. ശരി, ഓക്കെ കൂട്ടുകാരെ, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. മലപ്പുറത്തുകാർ അൽഹംദുലില്ലാ നല്ല ആളുകളാണ്, നല്ല സ്നേഹമുള്ള, മനുഷ്യനെ തിരിച്ചറിയുന്ന, പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാത്ത, അഹങ്കാരം കാണിക്കാത്ത നല്ല ആളുകളാണ് ഇവരൊക്കെ. ആ പെണ്ണിനൊക്കെ ഇതൊക്കെ പടച്ചോ വിചാരിച്ചാൽ ഈ പണമൊക്കെ എന്തിനാണ്, ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകും. അങ്ങനെ പോകുന്നതേ ഉള്ളൂ. അല്ല വിചാരിച്ചാൽ ഈ പണമൊക്കെ, ഈ പണം കണ്ട് അഹങ്കരിക്കരുത്, പാവങ്ങളെ തിരിച്ചറിയാതിരിക്കരുത്. എന്തിന് പണം കണ്ടിട്ട്? എന്നിട്ട് പോലും ഞാൻ 5 ദിവസം ജോലി ചെയ്തിട്ട്, വല്ലാഹി 5 ദിവസമാണ് ഞാൻ ആ വീട്ടിൽ ജോലി ചെയ്തിട്ട് എനിക്കൊരു 100 രൂപ കാശ് എന്നാൽ വണ്ടിക്കൂലിക്കെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് തന്നില്ല. എനിക്ക് ഒരു ദിവസം 1100 രൂപയാണ് എനിക്ക് ശമ്പളം ഒരു ദിവസം. ആ ഒരു ദിവസം 1100 രൂപ ശമ്പളം, എനിക്ക് 4500 രൂപ മാത്രമേ അത് 4000 തന്നു. ഞാൻ 4000 അല്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം 500 രൂപ കണ്ടിട്ട് 4100 രൂപ മാത്രമാണ് എനിക്ക് ശമ്പളം തന്നത്. എന്നാൽ ഇറങ്ങാതെ എന്തെങ്കിലും ഇത്ര ഇത്തവണ വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവായ പൈസയെങ്കിലും ഇന്നാൾ നമ്മൾ തന്നിട്ടില്ല. പോട്ടെ, എനിക്ക് വേണ്ട, അത് അവരെടുത്തോട്ടെ, അവർക്ക് തരാൻ മനസ്സുണ്ടല്ലേ തരുവുള്ളൂ, പോട്ടെ, വേണ്ട. എന്നാൽ ആശാന് കൊടുക്കാത്തത് ശിശുവിന് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അത് പടച്ചോൻ എന്താ വെച്ചാൽ പടച്ചോൻ നിശ്ചയിച്ചോല്ലോ ആവട്ടെ. എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു റബ്ബേ ആ കുഞ്ഞു പൊടി പൈതലിന് ആർക്കും ഈ ദുനിയാവിൽ ആർക്കും ഒരാപത്തും വരുത്തരുതേ. ഞാൻ മനസ്സ് വിഷമിച്ചൊന്നും പറഞ്ഞൊന്നും അല്ല, കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല റബ്ബേ ആ കുടുംബക്കാർക്ക്. അള്ളാഹു നിൻ്റെ അനുഗ്രഹം എപ്പോഴും ആ കുടുംബത്തിന് കൊടുക്ക് എന്ന് മാത്രമേ ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ. നമ്മളെല്ലാവരെയും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും അറിയണം ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും, എത്ര സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാലും, എത്ര നല്ലതുപോലെ നോക്കിയാലും അവർക്കൊരു പുച്ഛമാണ് നമ്മളെ ജോലിക്കാരെ. അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറയാം, മറ്റുള്ളവരുടെ വീട്ടിലെ ജോലിക്ക് പോകാതെ നമ്മൾ എന്തെങ്കിലും ഒരു കൂലിപ്പണി ഇറങ്ങിപ്പോയി 10 റബ്ബർ വെട്ടാൻ പോയാൽ, എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോയാൽ ഇങ്ങനെയുള്ളവരുടെ ഒന്നും വീട്ടിൽ ജോലിക്ക് പോകരുത്. സത്യം പറയും, എന്തിനാണ് ഇവർ അടിമത്തത്തിന് പോയി കിടക്കുന്നത്? നമ്മളൊക്കെ അങ്ങനെ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ കുറച്ച് പാഠം പഠിച്ച് മനസ്സിലാക്കണം ജോലി. പക്ഷെ മലപ്രകാരം നല്ല ആളുകളെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, അങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ പൊക്കോണം. നല്ലവരായ ആളുകളും ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്, മോശപ്പെട്ടവരുമുണ്ട്. എന്തായാലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള ഈ ദുനിയാവിലുള്ള എല്ലാ സകല ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദുആയോടുകൂടി ഞാൻ നിർത്തുന്ന കൂട്ടുകാരെ. ഈ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പാവങ്ങളായ എന്നെപ്പോലെയുള്ള ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ്
അസ്സലാമു അലൈക്കും.